പത്തനമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാളവികയെ എങ്ങനെയും വശത്താക്കണം, തൻ്റെ ആഗ്രഹം അവളിൽ നിന്ന് നിറവേറണം എന്നുള്ള ആ ഒരു ആഗ്രഹത്താൽ നിൽക്കുകയാണല്ലോ അഭി. അതുകൊണ്ട് തന്നെ ഈ ഒരു തോറ്റു നിൽക്കുന്ന സമയത്ത് അവൾ സങ്കടപ്പെട്ട് നിൽക്കുകയാവുമല്ലോ. അതിനെക്കൊണ്ട് തന്നെ അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവളെ ഒന്ന് റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോയിട്ട് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവളെ ഒന്ന് സന്തോഷിപ്പിക്കാം. അതിനിടയിൽ എൻ്റെ കാര്യവും സാധിച്ചെടുക്കണം എന്നൊക്കെ ചിന്തിച്ചിട്ട് അഭി മാളവികയുടെ അടുത്ത് വന്നിട്ട് സംസാരിക്കുകയും നമുക്കൊന്ന് പുറത്ത് പോകാമെന്ന് പറയുകയും ഒക്കെ ചെയ്തിട്ട് മാളവികയുമായിട്ട് പുറത്തോട്ട് പോവുകയാണ്. പോകുന്ന സമയത്ത് പലവിധ സംസാരങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് പറയുന്നുണ്ട്, നിന്നെ അയച്ചവരെയും നിൻ്റെ മുന്നിലുള്ളവരെയും നിൻ്റെ ചിന്തകളും എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായടാ. ഇനിയിപ്പോൾ എന്നെ എങ്ങോട്ടാണാവോ കൊണ്ടുപോകുന്നത് എന്നുള്ള ആ ഒരു ചിന്തയിലാണ് മാളവിക നിൽക്കുന്നത്. അങ്ങനെ അഭി റെസ്റ്റോറൻറ്റിൽ എത്തുകയാണ്. ആ സമയത്ത് നമ്മൾ എന്തിനാണ് ഇവിടെ വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് പോകാം, അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അകത്തോട്ട് കയറിയ ശേഷം അഭി പറയുന്നുണ്ട്, എനിക്കൊന്ന് ഫ്രഷ് ആവണം, നമുക്ക് എന്തായാലും ഒരു മുറി എടുത്തിട്ട് ഫ്രഷ് ആയിട്ട് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട് മാളവികയും കൂട്ടിയിട്ട് മുറിയിലോട്ട് പോവുകയാണ്. പക്ഷേ മുറിയിലെത്തിയ ഉടനെ തന്നെ അഭിയുടെ സ്വഭാവം അങ്ങ് മാറുകയും മാളവികയോട് അടുത്ത് പെരുമാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിന്നെ ആ ഒരു ക്യാബിനുള്ളിൽ സംസാരിക്കാൻ മാത്രമല്ല കിട്ടാറുള്ളൂ, പക്ഷേ എൻ്റെ മനസ്സിൽ നിന്നോടുള്ള ആഗ്രഹവും ഇഷ്ടവും എത്രത്തോളമാണെന്ന് നിനക്കറിയാമോ എന്നൊക്കെ പറഞ്ഞിട്ട് മാളവികയെ തൊടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് കൈ തട്ടി മാറ്റിയിട്ട് മാളവിക പറയുന്നുണ്ട്, നമുക്ക് സംസാരിക്കാം, ഇഷ്ടമുള്ള അത്രയും സംസാരിക്കാം, ഒരുമിച്ച് പുറത്ത് പോയി ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ സാറിൻ്റെ ഇത്തരത്തിലുള്ള ആഗ്രഹമൊന്നും എന്നിൽ നടക്കാനോ ഒന്നും പോകുന്നില്ല, അതിന് ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അഭിയെ തട്ടിമാറ്റി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുന്ന സമയത്ത് അഭി മാളവികയെ കയറി പിടിക്കുകയും ബലമായിട്ട് പിടിച്ചു വെക്കാൻ നോക്കുകയുമാണ്. അപ്പോൾ ആ സമയത്ത് കുതറിയിട്ട് മാളവിക ഓടി രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു ഓട്ടോ വിളിച്ച് പോകുന്ന സമയത്താണ് ഒരു ദുരന്തം എന്ന പോലെ മാളവികയുടെ അടുത്തോട്ട് കുറേ ഗുണ്ടകൾ വരുന്നത്. ഗുണ്ടകൾ വന്നിട്ട് ഇറങ്ങടി, ഇങ്ങോട്ട് വാടി എന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ചു വലിക്കുന്ന സമയത്ത് നിങ്ങൾ ആരാ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർ പിടിച്ചു വലിച്ച് കാറിലിട്ടുകൊണ്ട് കൊണ്ടുപോവുകയാണ്. അത് നമ്മുടെ നാഗേന്ദ്രനും ഡേവിഡും ഏർപ്പാടാക്കിയ ഗുണ്ടകളായിരുന്നു. അങ്ങനെ നേരെ ഒരു ഗോഡൗണിലേക്കാണ് കൊണ്ടുപോകുന്നത്. എന്നിട്ട് ബാക്കിൽ കൈയൊക്കെ കെട്ടിയിട്ടിട്ട് അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് നമ്മുടെ നാഗേന്ദ്രൻ മാളവികയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. നാഗേന്ദ്രനെ കണ്ടാകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ ശത്രുക്കളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്, പക്ഷെ അത് അവരുടെ മരണം ഉറപ്പാക്കിയ ശേഷം മാത്രമാണ്. നിൻ്റെ മരണവും ഇന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്, അതാണ് നിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്തത് സാർ, എന്നെ വെറുതെ വിടൂ എന്നൊക്കെ പറയുമ്പോൾ നീ എന്താ ചെയ്തത് എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? നീ ശത്രുക്കൾക്ക് വേണ്ടി ഒറ്റിക്കൊടുക്കുന്ന ആളായിട്ടല്ലേ ഏഞ്ചലറിയിൽ കയറി പറ്റിയത്. അത് ഞങ്ങൾക്ക് നേരത്തെ മനസ്സിലാക്കാൻ പറ്റാതെ പോയി, പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കിയപ്പോൾ നിന്നെ വെച്ചേക്കണമെന്ന് കരുതി. നീ ഈ ഭൂമിക്ക് തന്നെ ഭാരമാണ്, ഞങ്ങൾക്ക് തന്നെ ഭാരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മാളവികയുടെ കഴുത്തിൽ കുരുക്ക് ഇടുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് ഈ വിധി നീ തന്നെ നിശ്ചയിച്ചിട്ടുള്ളതാണ്, നല്ലതുപോലെ നിനക്ക് പോകാമായിരുന്നല്ലോ, നീ എന്തിനാ ഏഞ്ചലറിയിൽ കയറി പറ്റിയത്, രഹസ്യങ്ങളൊക്കെ ചോർത്തി കൊടുത്ത് അവരെ രക്ഷപ്പെടുത്താനായിരുന്നില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഡേവിഡും പറയുന്നുണ്ട്, നീ ഡിസൈനൊന്നും വരയ്ക്കാറില്ല, നീ കല്യാണം കഴിച്ചതിന് ശേഷം ഡിസൈനിൻ്റെ മേഖലയിലേക്ക് വന്നിട്ടില്ല, പിന്നെ കള്ളത്തരം പറഞ്ഞ് കയറി കൂടിയതല്ലേ, മറ്റുള്ളവരുടെ സഹായത്തിൽ അവർ വരച്ച് തന്ന ഡിസൈനും വെച്ചിട്ട് ഞങ്ങളെ യായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മാളവികയെ തൂക്കിലേറ്റാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. ആ ഒരു സമയത്താണ് ആദർശ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്നത്. ആ ഒരു സമയത്ത് നാഗേന്ദ്രനും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നാഗേന്ദ്രനെ ആദർശ് കാണാനിടയാവുകയും ആദർശ് വരുന്നത് കണ്ടിട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കുകയുമാണ് നാഗേന്ദ്രൻ. ആ സമയത്ത് കുറേ ഗുണ്ടകളും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആദർശ് അവരെ അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. എന്നിട്ട് ഡേവിഡിനെ പിടിച്ച് 4 ചവിട്ടും ഒക്കെ കൊടുത്തിട്ട് നല്ല കുടഞ്ഞ് എറിയുന്നുണ്ട്. അങ്ങനെ ഡേവിഡിൻ്റെ നെഞ്ചാങ്കൂട് ചവിട്ടി പൊളിച്ചിട്ട് സത്യം പറയിക്കുകയാണ്. ഇനി ആദർശ് നമ്മുടെ നാഗേന്ദ്രനെ പിടിക്കാനുള്ള ഒരുക്കത്തിലാണ്.